ഞാൻ ചേരാനെല്ലൂർ ഇടപ്പള്ളി സ്വദേശി സെയ്ദ് മുഹമ്മദ്. എൻ്റെ മകൻ സനിൽ എന്ന 39 വയസ്സുള്ള യുവാവിനെ കഴിഞ്ഞ 2023 ഡിസംബർ 8-ാം തീയതി ഇടപ്പള്ളിയിലെ അമൃത ആസ്പത്രിയിൽ ക്യാൻസർ ബാധിച്ച അന്നനാളം നീക്കം ചെയ്തതിനുള്ള ശസ്ത്രക്രിയക്കായി പ്രവേശിപ്പിക്കുകയും 9-ാം തീയതി ശസ്ത്രക്രിയ നടക്കുകയും തുടർന്ന് ICUവിലേക്ക് രോഗിയെ മാറ്റുകയും ചെയ്തു. ശസ്ത്രക്രിയക്ക് മുമ്പായി ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ശസ്ത്രക്രിയയിൽ എന്തെങ്കിലും ആശങ്കയ്ക്ക് വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ യാതൊരുവിധ ആശങ്കയ്ക്കും വഴിയില്ലെന്നും ഞങ്ങളിവിടെ ഇത് സാധാരണ ചെയ്യുന്ന ശസ്ത്രക്രിയയാണെന്നും ഇത് കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ ചെന്നാൽ സൂക്ഷിക്കണം എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ശസ്ത്രക്രിയക്ക് തയ്യാറായതും 2023 ഡിസംബർ 9-ാം തീയതി എടപ്പള്ളി അമൃത ആസ്പത്രിയിൽ ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തു. 3 ദിവസം 9-ാം തീയതി ശസ്ത്രക്രിയ കഴിഞ്ഞു. 10, 11, 12-ാം തീയതി രാത്രിയോടുകൂടി എൻ്റെ മകനെ മെയിൻ ICUവിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ICUവിലേക്ക് മാറ്റി. സ്റ്റെപ്പ് ഡൗൺ ICUവിൽ 13-ാം തീയതി കിടന്നു. 14-ാം തീയതി രാത്രി 7 മണിയോടുകൂടി ആവി കൊള്ളാനുള്ള മരുന്ന് കൊടുത്തതോടുകൂടി ആവി കൊണ്ടതോടുകൂടി ആൾക്ക് ശ്വാസ തടസ്സം നേരിടുകയും വീണ്ടും മെയിൻ ICUവിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകൻ പറഞ്ഞു, എന്നെ ഇനി മെയിൻ ICUവിലേക്ക് കൊണ്ടുപോകണ്ട, ഇവിടെ കിടത്തി ചികിത്സിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മെയിൻ ICUവിലേക്ക് കൊണ്ടുപോകുന്നത്. നാളെ രാവിലെ അതിൽ നിന്നും പുറത്തേക്കാക്കാം എന്ന് വാക്ക് പറഞ്ഞനുസരിച്ചാണ് എൻ്റെ മകനെ വീണ്ടും മെയിൻ ICUവിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ 9-ാം തീയതി ശസ്ത്രക്രിയ കഴിഞ്ഞ് 10-ാം തീയതി അവൻ്റെ ഭാര്യ ICUവിൽ അവനെ കാണാൻ ചെന്നപ്പോൾ അവൻ്റെ ഭാര്യയോട് അവൻ പറഞ്ഞത്, എന്നെ എത്രയും പെട്ടെന്ന് ഈ ICUന്ന് മാറ്റണം, കാരണം ഇവിടെ ഒരു ശ്രദ്ധയില്ല, ഇവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ മരിച്ചാണ് പോകുന്നത്, ആ ഗതി എനിക്കും ഉണ്ടാകും, അതുകൊണ്ട് എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം എന്ന് എൻ്റെ മകൻ അവൻ്റെ ഭാര്യയോട് ആവശ്യപ്പെട്ടു. നിരന്തരം ആവശ്യപ്പെടുമായിരുന്നു. ഏകദേശം 3 ദിവസങ്ങൾ ഞങ്ങൾ ആ ICUവിൻ്റെ പരിസരത്ത് ഉണ്ടായിരുന്ന സമയത്ത് 3 ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് 2 ദിവസവും അവിടെ ഓരോ മരണങ്ങൾ നടന്നു. ഒന്നൊരു തൃശ്ശൂർ സ്വദേശിനിയും ഒരു കൊല്ലം സ്വദേശിയുമായിരുന്നു. ഈ 3 ദിവസം ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അറിഞ്ഞ വിവരമാണ് ഞാനീ പറയുന്നത്. അങ്ങനെ 13-ാം തീയതി രാത്രി മകനെ വീണ്ടും ICUവിലേക്ക് പ്രവേശിപ്പിക്കുകയും 14-ാം തീയതി രാവിലെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, 14-ാം തീയതി വെളുപ്പിന് അസിസ്റ്റൻ്റ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ ഒരു 4 മണിയായപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മകന് ഓക്സിജൻ കുറഞ്ഞു പോകണം, അതുകൊണ്ട് വെൻറ്റിലേറ്റർ കൊടുക്കണം, ഒരു പേപ്പർ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആ പേപ്പർ ഒപ്പിട്ട് കൊടുത്തു. ശേഷം ഒരു 5 മണിയായപ്പോൾ അസിസ്റ്റൻ്റ് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് മകനൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞു. 6 മണിയായപ്പോൾ മെയിൻ ഡോക്ടർ വന്ന് ICUവിൽ പോയി വന്നതിന് ശേഷം പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പോൾ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, ഉടനെ ഒരു CT സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു. ഏകദേശം ഒരു 10 മണിയായിട്ട് CT സ്കാനിനുള്ള സംവിധാനങ്ങളും കാണാതെ അപ്പോൾ ചോദിച്ചോ പറഞ്ഞു, CT സ്കാൻ വേണ്ട, ഒന്ന് തിയേറ്ററിൽ കയറ്റണം എന്ന് പറഞ്ഞു. അവനൊരു 12 മണിയായപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, ആൾ തിയേറ്ററിലുണ്ട്, BP താഴ്ന്നു നിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും ഒരു 3 മണി സമയമായപ്പോൾ ഡോക്ടർ പറഞ്ഞു, തിയേറ്ററിൽ കയറ്റി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്, 24 മണിക്കൂർ കൊണ്ട് റിക്കവർ ആവുള്ളൂ, സാവധാനം റിക്കവറായി വരുള്ളൂ, 24 മണിക്കൂർ കൊണ്ട് റിക്കവറായി വരുമെന്ന് പറഞ്ഞെങ്കിലും അന്ന് രാത്രി 8 മണിയോടുകൂടി എൻ്റെ മകൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അതോടുകൂടി 3-യും 9-ഉം വയസ്സുള്ള 2 കുട്ടികൾ അനാഥകളായി, 32 വയസ്സുള്ള യുവതി വിധവയായി, പ്രായമായ മാതാപിതാക്കളുടെ പ്രധാന സംരക്ഷണം ഇല്ലാതായി. ആ
ആഘാതത്തിൽ ആയിരുന്നു ഞങ്ങൾ. ശേഷം എൻ്റെ മകന് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡിസംബർ അവസാനവും ജനുവരി ആദ്യവും ഞാൻ ഈ ആസ്പത്രി ചെന്ന് ഈ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഡോക്ടർ സ്ഥലത്തില്ല എന്നുള്ള മറുപടിയാണ് അവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ മാർച്ച് മാസം 2024 മാർച്ച് മാസം 6-ാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് എൻ്റെ മകൻ്റെ അസ്വാഭാവിക മരണത്തെപ്പറ്റി അന്വേഷിക്കണം, അതിന് കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു പരാതി കൊടുത്തെങ്കിലും അതിന് നടപടികളൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് മാർച്ച് 6-ാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തെങ്കിലും ആഗസ്റ്റ് 2-ാം തീയതിയാണ് എന്നെ ചേരാനല്ലൂർ സ്റ്റേഷനിൽ വിളിപ്പിച്ച് ചോദ്യം ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിലൊന്നും ചെയ്യാനില്ല, മെഡിക്കൽ റിപ്പോർട്ട് വേണം, അതുകൊണ്ട് DMOന് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 6-ാം തീയതി 6/8 DMOന് പരാതി കൊടുത്തു. ഇതേവരെ അവിടെ നിന്നും നടപടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ആഗസ്റ്റ് 7-ാം തീയതി മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്ത് അവിടെ നിന്നെങ്കിലും നീതി കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണ്. എനിക്കുണ്ടായ ഈ അനുഭവം നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ പങ്കുവെക്കുകയാണ്. ഈ അവസരത്തിൽ ഇതിനെ നടപടി സ്വീകരിക്കുന്നതിനും അവരിൽ നിന്നും എനിക്ക് മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും ഉള്ള എൻ്റെ നിയമ പോരാട്ടത്തിൽ നിങ്ങൾ ഓരോരുത്തരുടെയും എല്ലാവിധ സഹകരണവും സഹായവും ഉണ്ടാവുമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.